ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂർ ചർച്ച് സ്ട്രീറ്റിലെ MG റോഡ് ചർച്ച് സ്ട്രീറ്റിലെ ഒരു ഫ്ലീ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. ഫ്രൈഡേ ടു സൺഡേ മിഡ് വരെ, രാവിലെ 10 മണി തൊട്ട് മിഡ് വരെ ഉണ്ടാവുന്നതാണ്. ഞങ്ങൾ മെട്രോ വഴി പോകാമെന്ന് വിചാരിച്ചു. കാരണം ഫസ്റ്റ് വിചാരിച്ച് ബൈക്കിൽ പോകാമെന്ന്, പക്ഷെ പിന്നെ തോന്നി ഭയങ്കര ട്രാഫിക്കൊക്കെ ആയിരിക്കില്ലേ. പോണ വഴിക്ക് ഞങ്ങളൊരു ചായ ഒക്കെ കുടിച്ച് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്ഥിരം ചായ സ്പോട്ട്. ഇവിടെ ഈ സമയം ഭയങ്കര തിരക്കാണ്. കൂടുതലും മലയാളീസാണ് ഇവിടെ ഉണ്ടാവാറ്. അപ്പം ഞങ്ങൾ ഒരു ചായ ഒക്കെ കുടിച്ച് മെട്രോ സ്റ്റേഷനിലെത്തി. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മെട്രോ വന്നു. മെട്രോ ഓൾമോസ്റ്റ് വേക്കൻ്റ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടി. നമ്മളങ്ങനെ സെറ്റിൽഡായി. നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് MG റോഡാണ്. അങ്ങനെ ഒരു 3/4 മണിക്കൂറിന് ശേഷം നമ്മളങ്ങനെ MG റോഡ് എത്തി ഗൈസ്. പ്രതീക്ഷിച്ച പോലെ നല്ല തിരക്കുണ്ട്. ഇന്ന് പിന്നെ വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് പറയും വേണ്ട. ബാംഗ്ലൂരിലുള്ള മിക്ക ആൾക്കാരും ഇനിയിപ്പോൾ ബാംഗ്ലൂർ കാണാൻ വരുന്നവരാണെങ്കിലും ചർച്ച് സ്ട്രീറ്റിൽ എന്തായാലും വരാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നൈറ്റ് ഫുൾ ഓണാണ്. ഇനി ആരെങ്കിലും ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു വീക്കെൻഡ് നൈറ്റ് ഇവിടെ വന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും എന്തിനാണ് ഞാനിവിടെ വരാൻ പറയണമെന്നല്ലേ. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഷോപ്പിംഗ് ചെയ്യാം. ഇനിയിപ്പോൾ നല്ല നല്ല ഫുഡ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാവാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വായ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് സ്ഥലം തന്നെയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ഒരു ഐക്കോണിക് നൈറ്റ് ലൈഫ് സ്പോട്ടാണ് ചർച്ച് സ്ട്രീറ്റ്. ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. ഈ ലൈറ്റ് ഹെയർ ബാൻഡും അതേപോലെ ഉത്സവത്തിനൊക്കെ കിട്ടുന്ന കാറ്റാടിയില്ലേ, അതൊക്കെ എൻ്റെ വലിയൊരു വീക്ക്നെസ് ആണ്. എനിക്ക് ഇതിട്ട് നടക്കാനാണെങ്കിൽ ഒരു മാറ്റിയുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ചീസ് കേക്ക് വിൽക്കുന്ന ചേട്ടനെ കണ്ടത്. ഞാൻ ഒരുപാട് റീൽസിൽ ഈ സ്പോട്ടിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഇവിടെ വരുമ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്ന്. ഞാൻ വാങ്ങിയത് ന്യൂട്ടെല്ല ചീസ് കേക്കാണ്. ഇതേപോലെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ബ്ലൂബെറി, ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, പൈനാപ്പിൾ, അങ്ങനെ ഒരുപാട്. ആൻഡ് അതെല്ലാം ഹോം മെയ്ഡും കൂടിയാണ്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി കേക്കായിരുന്നു. ദ സറണ്ടർ ഫോർ സ്ട്രീറ്റ് കേക്ക്സ് എന്നൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഇവർക്കുണ്ട്. ഞാൻ അവരുടെ പേജ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവരൊന്ന് കയറി നോക്കിക്കോളും. ആക്ച്വലി നമ്മൾ വരാൻ ഉദ്ദേശിച്ചത് ഈ കാണുന്ന ഫ്ലീ മാർക്കറ്റിലേക്കാണ്. പക്ഷെ ചർച്ച് സ്ട്രീറ്റിൽ തേരാപ്പാര നടന്ന് ഇവിടെ എത്താൻ കുറച്ച് വൈകിപ്പോയി. ഇവിടെ ഒരുപാട് നല്ല സ്റ്റോൾസ് ഉണ്ട്. ബ്ലാക്ക് മെറ്റൽ ഇയറിങ്സ്, ചപ്പല്, ജ്വൽസ്, അതേപോലെ കുർത്തീസിനൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. കുർത്തീസ് തന്നെ നിങ്ങൾക്ക് ചിക്കൻ കാരി മോഡല് അല്ലെങ്കിൽ കോട്ടൺ കുർത്തി, ചുരിദാർ ബിറ്റ്, അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അത് നല്ല അഫോർഡബിൾ പ്രൈസിലും. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഈ കാണുന്ന ജ്വല്ലറി സ്റ്റാളിൽ കയറിയത്. അവിടുന്ന് 1-2 റിങ്സ് ഒക്കെ വാങ്ങി പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടു. നോക്കുമ്പോൾ 3 പേര് ഗിറ്റാറൊക്കെ വായിച്ച് പാട്ട് പാടുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളും അവരുടെ കൂടെ അങ്ങ് കൂടി. ഷോപ്പിങ്ങും പാട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റ് തപ്പി നടന്നപ്പോഴാണ് മെയിൻലാൻഡ് ചൈന കണ്ടത്. അപ്പോൾ വിചാരിച്ചു ഇന്നൊരു ചൈനീസ് ഫുഡ് ആയാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. എന്നിട്ട് ഞങ്ങളൊരു മാൻചോ സൂപ്പും അതേപോലെ ചൗമീനും വെജ് ചൗമീനും ഓർഡർ ചെയ്തു. സംഭവം ഒരു രക്ഷയുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ചൈനീസ് ഫുഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാണ്. MG റോഡിന്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് സമയം ഏകദേശം 12 മണിയായി. ഞങ്ങൾ മെട്രോ കിട്ടുമെന്ന് വിചാരിച്ചതല്ല. ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ 11 മണിയാണ് ലാസ്റ്റ് ക്ലോസിന്റെ കാണിച്ചത്. ഇത് കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാവരും ടയേർഡായത്. ഞാൻ ആദ്യമായിട്ടാണ് മെട്രോയിൽ ഇങ്ങനെ കിടന്ന് യാത്ര ചെയ്യണ കാണുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഇനി നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ.